ഹായ് ഗൈസ്. ബൈ ദ വേ, എൻ്റെ പേര് ഡെറിക്. ഞാൻ കൊച്ചിക്കാരനാണ്. കാനഡയിൽ സെറ്റിൽ ആയിട്ട് കുറച്ച് ആളായി. ഒരു 9-10 വർഷമാവണം ഇപ്പോൾ. ബട്ട് എനിവേസ്, കുറെ നാളായി വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ വന്ന് ഞാൻ ഇതിൽ ആക്റ്റീവ് ആവണം എന്നൊക്കെ വിചാരിക്കണ കുറെ നാളായി വിചാരിച്ചോണ്ടിരിക്കുന്നത്. പറയാൻ കുറെ കഥകളുണ്ട്, എക്സ്പീരിയൻസസ് ഉണ്ട്, ഞാൻ ഗോ ത്രൂ ചെയ്ത സിറ്റുവേഷൻസ് പറയാനുണ്ട്, ഇവിടുത്തെ സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ ഇവിടെ ബിസിനസ് ഒക്കെ ചെയ്യാനാണ്. ഞാൻ മരപ്പണിക്കാരനാണ്, വുഡ് വർക്കർ. നാട്ടിൽ മരപ്പണി, ഇവിടെ ക്യാബിനറ്റ് മേക്കിംഗ് എന്നൊക്കെ പറയും. ബട്ട് ഇന്റീരിയർ മാനുഫാക്ചർ ആണ് എൻ്റെ പണി. സ്വന്തമായിട്ട് ചെയ്യാനാണ്. ആൻഡ് ഓൾസോ എന്ന് പറയാൻ വന്നത്, നമ്മുടെ ആണുങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് ഗൈസ്. നമ്മൾ ചെറിയ ഇമോഷണൽ സ്റ്റോറീസ് അല്ലെങ്കിൽ ചെറിയ സെന്റിമെന്റൽ കഥകളിൽ ഈ പെണ്ണുങ്ങളുടെ അടുത്ത് ഈസി ആയിട്ട് മറ്റേ പഴത്തുള്ളി തന്നെ ഇടിച്ച് വീണ പോലെ വീഴും. അന്നേരം നാളെ ലേറ്റർ ആവുമ്പോൾ പഠിക്കും, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും 8ന്റെ പണി കുനിച്ചിരുന്ന് കിട്ടിയെന്ന് മനസ്സിലാവും. പക്ഷേ ഇത് നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരാളെ ലൈഫ് പാർട്ണർ ചൂസ് ചെയ്യുമ്പോൾ ബി ആബ്സല്യൂട്ട് വൈസ്. ലൈഫിൽ എപ്പോഴും നമ്മൾ കല്യാണം എന്ന് വെച്ച സംഭവം നമ്മൾ വെറുതെ കളിക്കാൻ എടുക്കുന്ന സാധനമല്ല. ഓക്കെ, അതിൽ നമ്മൾ മാക്സിമം ഇതിന് ശ്രദ്ധ കൊടുത്ത് മാക്സിമം കെയർഫുൾ ആയിട്ട് എടുക്കേണ്ട ഡിസിഷനാണ്. വെറുതെ ചാടി കയറി എടുക്കേണ്ട കാര്യമല്ല. ആൻഡ് ഒരുപാട് കഥകൾ ഇവിടെ കേൾക്കുന്നുണ്ട്. കാനഡയിലെ കഥകളാണെങ്കിലും നാട്ടിലെ എൻ്റെ കമ്പനിക്കാരാണെങ്കിലും നമ്മൾ ഇപ്പൊ ലൈൻ അടിച്ചെടുക്കാൻ കുറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഇപ്പത്തെ 2K കിഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ കെട്ടാൻ മെറ്റീരിയൽ, വൈഫി മെറ്റീരിയൽ ഇപ്പൊ ചൂസ് ആൻഡ് പിക്ക് ചെയ്യേണ്ട കാര്യമാണ്. വൈസായിട്ട് എടുക്കേണ്ട ഡിസിഷനാണത്. സോ പ്ലീസ് ബി കെയർഫുൾ, pick your partner very wise and be happy with what you choose. നാളെ സാറ്റിസ്ഫൈഡ് ആവാതെ വരുന്ന കുറെ റിലേഷൻഷിപ്പ് കണ്ടിട്ടുണ്ട്. നമ്മൾ അതിലൊന്നും വ്യത്യാസം വരുത്തുക. ഇപ്പോഴത്തെ ജനറേഷൻ നമുക്ക് അതിൽ ചേഞ്ച് അല്ലേ വേണ്ട. നമ്മളെല്ലാരെ പോലെ തുള്ളിയിട്ട് കാര്യമില്ലല്ലോ. ബട്ട് എനിവേസ്, ഞാൻ ഇതിപ്പോ പെട്ടെന്ന് തോന്നിയ സാധനം റെക്കോർഡ് ചെയ്ത് ഇടുന്നതാണ്. ചിയേഴ്സ് ഗൈസ്. ഓക്കെ, ബൈ.